30,000 രൂപയ്ക്കകത്ത് നിങ്ങളൊരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിനെ വിലെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ തരാം. ഞാൻ പറയാൻ പോകുന്ന എല്ലാവരും നോക്കിയിരിക്കുന്ന iQൻ്റെ Neo 10 എന്ന് പറയുന്ന ഫോൺ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിവൈസ് എന്തുകൊണ്ടാണ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഒരു അൺബോക്സിംഗ് പ്ലസ് ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാം, ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ. ഫസ്റ്റ് ഓഫ് ഓൾ അൺബോക്സിംഗ് പാർട്ടാണ്. ബാക്കിയുള്ള എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും സ്ഥിരം പാക്ക് ഡിസൈനിൽ പേര് മാറ്റിയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ iQ എപ്പോഴും ഒരു പുതുമ കൊണ്ടുവരാറുണ്ട്. അൺബോക്സിംഗ് ആകാൻ തന്നെ നമ്മുടെ ഡിവൈസാണ് കിട്ടുന്നത്. പിന്നെ നമുക്കിനകത്ത് ബാക്ക് കവറും കുറച്ച് പേപ്പർ വർക്ക്സും പിന്നെ 120 വാട്ട്സിൻ്റെ ചാർജിങ് ബ്രിക്കും പിന്നെ അതിൻ്റെ കേബിളും സിം എജക്ടർ പിന്നെ ഉണ്ട്. ഇത്രയുമാണ് ബോക്സ് കണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ iQൻ്റെ 12, iQ 13 എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് സീരീസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ ആ ഫീലാണ്. മേ ബി ഇനിയുള്ള ഫ്ലാഗ്ഷിപ്പ് സീരീസിൻ്റെ ലുക്ക് മാറുമായിരിക്കും. കാര്യം ഇത് എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോണാണെന്ന് പറയത്തില്ല, എക്സ്പെഷ്യലി 30,000-നകത്ത്. ബാക്കിലായിട്ട് ആ ഒരു ഭംഗിയുള്ള ക്യാമറ പമ്പും റൈറ്റ് സൈഡായിട്ട് പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സും, മുകളിൽ സെക്കൻഡറി സ്പീക്കറും മൈക്കും, താഴെ മെയിൻ സ്പീക്കറും മൈക്കും, അതേപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും സിം ട്രേ ആണ് വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്ത് 206 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതേപോലെ 8.09 മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. ടൈറ്റാനിയം ക്രോം എന്ന് പറഞ്ഞ ഈ ഒരു കളറിലും ഇൻഫെർണോ റെഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഐക്കോണിക് ഡുവൽ ടോൺ കളറിലും വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇതാണ് ഇഷ്ടപ്പെട്ടത്, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ലുക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡിസൈൻ പാർട്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഷോക്കാവും. ഈ ഒരു ബഡ്ജറ്റിൽ ഒരു 6.78 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 1.5K AMOLED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ബഡ്ജറ്റിൽ പോലും ഈ ഒരു ഡിവൈസ് വരുന്നത്. പണ്ടൊക്കെ നമ്മൾ ഈ ഒരു 144 ഹെർട്സ് എന്നൊക്കെ പറഞ്ഞാലേ ഈ അസ്യൂസിൻ്റെ ഒക്കെ റോഗ് ഫോണുണ്ടല്ലോ, ഗെയിമിംഗ് സെൻട്രിക് ഫോൺ, അതിന് ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രമേ അത്രയും ഹെർട്സ് ഉള്ളൊരു ഡിസ്പ്ലേ നമുക്ക് കിട്ടത്തുള്ളായിരുന്നു. ഇതിൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ പോലും കിട്ടുന്നുണ്ട്. ബെസൽസും വളരെ ചെറുതാണ്, പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ലൈക്ക് ലുക്കാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 100% വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റത്തില്ല, കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ ഇത് ഇങ്ങോട്ട് തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസിലാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 4 ആണ് അതിനകത്ത് വരുന്നത്. 4 നാനോമീറ്റർ ആർക്കിടെക്ചറാണ്. 2.42 മില്യൺ പ്ലസ് AnTuTu സ്കോറിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ iQൻ്റെ Q1 എന്ന് പറഞ്ഞ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് വരുന്നുണ്ട്. അത് ഇവരുടെ ഡെഡിക്കേറ്റഡ് ചിപ്പാണ്. അത് വരുന്നതുകൊണ്ട് തന്നെ ഒരു 144 FPS ഗെയിം പ്ലേ സ്റ്റേബിൾ ആക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് ഫോണിനകത്ത് 144 FPS ഗെയിംസ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി 8S Gen 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പരിചയമില്ലെങ്കിൽ നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ 8 Elite ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സിമിലർ പെർഫോമൻസ് ആയിരിക്കും 8S Gen 4 വരുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോണുമാണ് സ്നാപ്ഡ്രാഗൺ 8S Gen 4 വരുന്നത്. കഴിഞ്ഞിട്ടില്ല. എക്സൈറ്റിംഗ് പാടെന്ന് പറഞ്ഞാൽ LPDDR5X Ultra ആണ് ഇതിനകത്ത് റാം ടൈപ്പ് വരുന്നത്. UFS 4.1 ഉണ്ട് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ്. ആ ഒരു വയസ്സിലും കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പലരും ഇങ്ങനെ ചിപ്സെറ്റ് കൊടുത്തിട്ട് റാം കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വേർഷൻ കുറയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ വേർഷൻ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ട് എല്ലാത്തിലും ഒരു കോംപ്രമൈസ് വരാതെ പെർഫോമൻസിൽ പീക്കായിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 7000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. നിങ്ങൾ നോക്കി 8.09 മില്ലിമീറ്റർ തിന്നാണ് ഈ ഒരു ഡിവൈസ്, എന്നിട്ടും 7000 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിനകത്ത് വരുന്നുണ്ട്. ബ്ലൂ വോൾട്ട് ബാറ്ററി എന്നാണ് iQവിനെ വിളിക്കുന്നത്. അതേപോലെ കമ്പൈൻ ആയിട്ട് വരുന്നത് 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ടാണ്. 7000 mAh 120 വാട്ട്സ് നമുക്കൊരു പീക്ക് അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 19 മിനിറ്റ് കൊണ്ട് 1 to 50% ആകുമെന്നും 36 മിനിറ്റ് കൊണ്ട് ടോട്ടൽ 100% ആകുമെന്നാണ് iQ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ സ്ലിം ആവുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കൺ ബാറ്ററീസ് ആണ് വരുന്ന ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പല ബ്രാൻഡുകളും ഇത് നോക്കി അഡാപ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. കാര്യം ഇപ്പോൾ സാംസങ്ങിൻ്റെ S25 എഡ്ജ് കണ്ടു കഴിഞ്ഞാൽ 3900 mAh എങ്ങാണ്ടേ ഉള്ളൂ. അത്രയും സ്ലിം ആക്കുന്നത് കൊണ്ട്, പരിമിതി ഉള്ളത് കൊണ്ട് ബാറ്ററി കുറച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇതിൽ അങ്ങനെ ഒരു പരിമിതി അവർ കൊടുത്തിട്ടില്ല. സോ ഗെയിമിംഗ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ബാറ്ററി ബാക്കപ്പ് നമുക്ക് വേണമല്ലോ. ഗെയിമിംഗ് മാത്രമല്ല, മൾട്ടിമീഡിയ എല്ലാം നോക്കിയാലും ബാറ്ററിയിലും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ നോക്കിയാലോ. iQ Neo 10ൻ്റെ ക്യാമറയെ പറ്റി പറയുമ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആകുമ്പോൾ ചിലപ്പം ഇതിൻ്റെ ക്യാമറ ഡീഗ്രേഡ് ആയാലോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് കാണുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. എനിക്ക് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കാണുമ്പോൾ ഇപ്പോഴും iQ 12 അല്ലെങ്കിൽ 13 ആണ് ഓർമ്മ വരുന്നത്. അതിലെ ആ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, അത് ഈ വിവോയുടെ നൈസ് ക്യാമറ അൽഗോരിതം എന്ന് പറഞ്ഞ അൽഗോരിതമാണ്. അതായത് വിവോയിലും iQലും സെയിം UI വരുന്നതുകൊണ്ട് തന്നെ ഈ
ക്യാമറ ഫോട്ടോസ് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് സെയിം ആണ്. കുറച്ച് ഐക്കോണിക് ഫിൽറ്റേഴ്സ് ഉണ്ട്, എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്, അത് ഇതിലും വരുന്നുണ്ട്. മെയിൻ IQ ഫ്ലാഗ്ഷിപ്പിൽ വരുന്നതും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണ് നമുക്ക് തരുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ധാരാളം പോർട്രേറ്റ് എഫക്ട്സ് അവൈലബിൾ ആണ്. നല്ല കിഡിലൻ പോർട്രേറ്റ്സ് ഈ കാണുന്ന പോലെ 30,000 രൂപയ്ക്കകത്ത് ബെസ്റ്റ് പോർട്രേറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വീഡിയോസിൻ്റെ കാര്യം പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദം എന്തായാലും വീഡിയോയിൽ കോംപ്രമൈസ് ആവുമെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ IQ 12 ഇല്ലാത്തൊരു ഫീച്ചറിനകത്തുണ്ട്. അതായത് ഫ്രണ്ടിൽ നമുക്ക് 4K 60 FPS എടുക്കാൻ പറ്റും, ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഒരേപോലെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്ളോഗ് ചെയ്യാനുള്ള താല്പര്യപ്പെടുന്നവരാണെങ്കിലും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. പിന്നെ സ്റ്റെബിലൈസേഷൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് ഹൈ സ്റ്റെബിലൈസേഷൻ അത് അവൈലബിൾ ആണ്. സോ വീഡിയോഗ്രാഫി എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രൊസസ്സർ അല്ലെങ്കിൽ ഇത് വരുന്നത് കൊണ്ട് കുറയുന്നു, അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്യാമറ കുറയുന്നു, അങ്ങനെ ഒരു കാര്യമില്ല, നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇനി AI ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സർക്കിൾ ടു സെർച്ച് ഉണ്ടല്ലോ, ഫേമസ് ആയിട്ടുള്ള, അത് വരുന്നുണ്ട്. പിന്നെ നോട്ട്സിലും മറ്റുള്ള കാര്യങ്ങളും പ്രൊഡക്ടിവിറ്റിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് AI ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ ഒന്ന് യൂസ് ചെയ്തിട്ട് പക്കയായിട്ട് നോക്കുന്നതായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ബേസിക് നീഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ലൈഫ് കൊണ്ടുവരാനുള്ള എല്ലാ AI ഫീച്ചേഴ്സിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ക്യാമറയ്ക്കകത്ത് ഈ കാണുന്നത് ഒരു അൾട്രാ HD ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. നോർമലി ഡോക്യുമെൻറ്റ് സ്കാനിങ് ഇതേപോലെ ഫോണുകൾ വരുന്നുണ്ടായിരുന്നു. ഈ അൾട്രാ HD വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ. അതായത് നമ്മൾ ബുക്ക് സ്കാൻ ചെയ്യുന്ന സമയത്ത് മടക്കി വെച്ച് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യൊന്നും വേണ്ട. നോർമലി നൂത്ത് വെച്ച് എടുക്കുകയാണെങ്കിലും ഇത് അലൈൻ ചെയ്തെടുത്തോളും. അത് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. അത് മറ്റുള്ള ഫോണുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് IQ Neo 10 പറ്റി എനിക്ക് ഫസ്റ്റ് ഇംപ്രഷന് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ ജെനുവിൻ അഭിപ്രായങ്ങളും? ഇനി നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കിട്ടും അടിപൊളി കണ്ടൻസ്.